വിധവാ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ പിച്ചച്ചട്ടിയുമായി തെണ്ടാനിറങ്ങി മറ്റൊരു നവോത്ഥാന നായികയായി മാറിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ക്രിസ്തുമസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല എന്നും മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്നും ഹൈക്കോടതി. മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട്. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവെങ്കിലും കൊടുക്കൂ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം 3 മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം. മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത്. ക്രിസ്തുമസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാകില്ല എന്നും 78 വയസ്സുള്ള സ്ത്രീയാണെന്നും കോടതി സൂചിപ്പിച്ചു. വേറെ വരുമാനമില്ലെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ വാദിച്ചു. 1600 രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ എന്ന് കോടതി സർക്കാരിനോട് ആരാഞ്ഞു. മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്നും സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്നും കോടതിക്ക് പൗരന്റെ ഒപ്പം നിന്നേ പറ്റൂവെന്നും 1600 രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കുമെന്നും എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണെന്നും ഏതെങ്കിലും ആഘോഷങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. മലയാളം ടെലിവിഷൻ, കൊച്ചി. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?